ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജിൽബാബിൻ്റെ കട്ടിങ്ങും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെയും അതുപോലെ തന്നെ വലിയവരുടെയും ജിൽബാബ് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിലാണ് കേട്ടോ പറയുന്നത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഈ ഒരു ഫാബ്രിക് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് പ്രൈസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് അമേരിക്കൻ ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ വലിയവർക്ക് 4 മീറ്ററും കുട്ടികൾക്ക് 3 മീറ്ററാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ മീറ്ററിന്. അതുപോലെ തന്നെ വലിയവർക്ക് 4 മീറ്ററും കുട്ടികൾക്ക് 3 മീറ്ററാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വലിയവരുടെ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം വലിയവരുടെ ആണെങ്കിലും ചെറിയവരുടെ ആണെങ്കിലും ഒക്കെ സ്റ്റിച്ചിങ് ഒരുപോലെ തന്നെയാണ്. കട്ടിങ്ങിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. മെഷർമെൻറ്റ്സും കാര്യങ്ങളും ലെങ്ത്തും വിഡ്ത്തൊക്കെ കുട്ടികളുടെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സ്റ്റിച്ചിങ് ഏതാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഒന്നേ കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ കട്ട് ചെയ്ത പീസിനെ ഒന്നുകൂടിയും കാണിക്കുകയാണ്. 4 മീറ്റർ ക്ലോത്തിൽ ഇതുപോലെ ഞാൻ ഒറ്റ പീസായിട്ടാണ് ജിൽബാബിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി വന്ന പീസിൽ നിന്നും പൗച്ചിന് വേണ്ടിയിട്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മക്കനയുടെ ബാക്കിൽ തലയുടെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇലാസ്റ്റിക് വെക്കാനായിട്ട് 3 ഇഞ്ചിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ ഈ ഒരു പൗച്ചിലേക്ക് ഒരു കയറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജിൽബാബിന് നമ്മൾ ഒറ്റ പീസ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 മീറ്ററിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നും സ്ലീവ്സിനും വേണ്ടിയിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഈ ഒരൊറ്റ പീസിൽ ഇതുപോലെ അങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ടും ബാക്കായിട്ടൊന്നും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പീസിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് 2ആയി മടക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ മക്കനയുടെ ഭാഗം ആ സൈഡിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണർ പിടിച്ച് ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് 2 കോർണറും പിടിച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മക്കനയുടെ ഭാഗം വരുന്നത്. ഈ മക്കനയ്ക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. 2 സൈഡിലെയും കോർണർ ഭാഗം മിഡിൽ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി ആ കോർണറിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴേക്ക് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള ഗ്യാപ്പാട്ടോ. അപ്പോൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ താഴേന്ന് ഈ ഒരു താഴെ ഭാഗത്തേക്ക് വരെ നമ്മളൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മക്കനെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മളൊരു കോർണർ ഭാഗത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നില്ല. പക്ഷെ അത് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിതൊരു മക്കനയുടെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡൊന്നും എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതൊരു മക്കന ആവുക. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിവർത്തി കാണിക്കാം കേട്ടോ. അപ്പോഴാണ് ഇതൊരു മക്കനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ ഇതാ കണ്ടില്ലേ, ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നടുവിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്താൽ ഇതാ ഒരു മക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ നടുവിലേക്കാക്കിയിട്ട് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ചാൽ ആ ഒരു മക്കനയുടെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മക്കന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കനക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മക്കന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴെ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, 4 മീറ്റർ ഒരുമിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു താഴെ വരുന്ന ഒരു പീസിനെ ഇതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു മക്കനയുടെ താഴെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും വരുന്ന ആ ഒരു ഭാഗം അവിടേക്കാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ എഡ്ജ് ആ ഒരു ഭാഗത്തേക്ക് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2ൻ്റെയും കോർണറിൽ ഒരു മാർക്കും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു മൊക്കനയുടെ താഴെ ഭാഗമായിട്ടും ഈ ഒരു ഫാബ്രിക്കിൻ്റെ എഡ്ജും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ താഴെ ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ വരുന്നില്ല കേട്ടോ. നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഓപ്പൺ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് ഇനിയാണ് ഞാൻ താഴെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ ഭാഗം ഓപ്പൺ വരണമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ മുന്നും ബാക്കും സെയിം ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മക്കനൊക്കെ ചെയ്ത് വരുമ്പോൾ മുൻഭാഗമോ അല്ലെങ്കിൽ ബാക്ക് ഭാഗമോ ഒക്കെ തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചധികം നമുക്ക് നിസ്കാര കുപ്പായല്ലേ, കുറച്ചധികം ലെങ്ത്തിൽ നിൽക്കും വേണമല്ലോ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും മെഷർമെൻറ്റ്സ് എടുത്തുകൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മൾ മക്കനെ സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ മറ്റേ പീസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ രണ്ടിൻ്റെയും സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് 17 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു സ്ലീവ്സിൻ്റെ പീസാണ് കേട്ടോ ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത്തായിട്ട് 18 ഇഞ്ചസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിനെ ഈ ഒരു കോർണറിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിന് മിഡിൽ ഭാഗം ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ആ ലൈൻ അങ്ങോട്ട് നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ലീവ്സ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഞാനൊരു ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊരു നോർമൽ ടൈപ്പിലാണ് കേട്ടോ സ്ലീവ്സിൻ്റെ എൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വലിയ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചിലതിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ റിസ്റ്റിൻ്റെ അവിടെ നല്ല ഇതിൽ നിൽക്കാൻ വേണ്ടി കയറി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെയും അതുപോലെ തന്നെ താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എഡ്ജ് മുതൽ താഴെ വരെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തും ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മക്കനയുടെ ബാക്ക് സൈഡിലായിട്ട് മക്കന നമുക്ക് ലൂസായി പോവാതെ മുന്നിൽ ഇങ്ങനെ തൂങ്ങി പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 10 ഇഞ്ചായിരുന്നു ഫേസിൻ്റെ ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ച് രണ്ട് സൈഡിലായിട്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെയാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് കൊടുക്കുന്നത്. ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തായിട്ട് 14 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ രണ്ട് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു ബാക്ക് ഭാഗത്തൊക്കെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എനിക്ക് ജിൽബാബിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റൊക്കെ ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെയും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം ഫ്രണ്ടും ബാക്കിനൊക്കെ വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടൈമും വേസ്റ്റ് ആവുകയാണ്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ആ 4 മീറ്റർ മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഞാൻ വാങ്ങുന്നത് ഓൺലൈൻ വഴി ആയിട്ടാണ് കേട്ടോ. കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഞാൻ എത്രയാണോ നമുക്ക് ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ച് വാങ്ങാറാണ് പതിവ്. അപ്പോൾ നമ്മൾ റീറ്റെയിലായിട്ടും അതേപോലെ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന 1-2 ഷോപ്പുകളിൽ നിന്നാണ് ഞാനിത് വാങ്ങാറുള്ളത്. അപ്പോൾ അജുവ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. അത് നമ്മൾ റീറ്റെയിലായിട്ട് വാങ്ങുമ്പോൾ മീറ്ററിന് 50 രൂപയും ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ മീറ്ററിന് 48 രൂപയും, നമ്മൾ 20 മീറ്ററിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മീറ്ററിന് 46 രൂപയും, അതുപോലെ തന്നെ 100 മീറ്ററിലൊക്കെ എടുക്കുകയാണെങ്കിൽ മീറ്ററിന് 40 രൂപയൊക്കെ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും കേട്ടോ. ഞാൻ കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് കേട്ടോ എടുക്കാറുള്ളത്. അവർ പറയുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ പറയുന്നത് ഞാൻ അങ്ങനെ എടുക്കാറാണ് പതിവ്. എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഫാബ്രിക്കാണ് കേട്ടോ വാങ്ങാറുള്ളത്. അപ്പോൾ വലിയവർക്ക് 4 മീറ്ററും
ചെറിയവർക്ക് 3 മീറ്ററാണ് എടുക്കാറുള്ളത്. 4 മീറ്റർ എന്ന് പറയുമ്പോൾ 200 രൂപയുടെ ഫാബ്രിക് നമുക്ക് വരുന്നുണ്ട്. കുട്ടികളുടെ ആകുമ്പോൾ 3 മീറ്ററാണ്, അപ്പം 150 രൂപയുടെ ഫാബ്രിക്കും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജിൽബാബ് ഞാൻ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളുടേതിന് 300 രൂപയും വലിയവർക്കാണെങ്കിൽ 350 രൂപയ്ക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിന് 200 രൂപയോളാണ് വില വരുന്നത്. പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഓൺലൈൻ ചാർജും കൂടെ നമുക്ക് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ലാഭമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക് എന്തായാലും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ. വീട്ടിലിരുന്നു കൊണ്ട് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ജിൽബാബ്. അപ്പോൾ ഇതുപോലെ ഒരു പൗച്ചും കൂടെ ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൗച്ചിൻ്റെ ആ ഒരു കയറ് ഉള്ളിലേക്ക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗത്തേക്കും ലാറ്റ്കാനും കൂടെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാതെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ മുതൽ മുടക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇലാസ്റ്റിക് മാത്രമാണ് കേട്ടോ. അതിനും കുറഞ്ഞ ചിലവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജിൽബാബിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.